എല്ലാവർക്കും ഐക്യു റാങ്കറിൻ്റെ വീക്ക്ലി കറണ്ട് അഫെയർ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പാത അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ എ പിങ്ക് ലൈൻ, ഓപ്ഷൻ ബി റെഡ് ലൈൻ, ഓപ്ഷൻ സി ബ്ലൂ ലൈൻ ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റ് ലൈൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? പിങ്ക് ലൈനാണ്. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പാത അറിയപ്പെടുന്ന പേര് പിങ്ക് ലൈൻ എന്നാണ്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനിൽ നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ നീളുന്നതാണ് നമ്മുടെ പിങ്ക് ലൈൻ എന്ന് അറിയപ്പെടുന്ന കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പദ്ധതി. 11 സ്റ്റേഷനുകളിലായിട്ട് 11.2 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ 28.125 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യഘട്ടത്തിലാണെങ്കിൽ 25 സ്റ്റേഷനുകളുണ്ട്. എന്തിനാണ് നമ്മുടെ കൊച്ചി മെട്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചി നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് ആരംഭിച്ച ദ്രുത ഗതാഗത സംവിധാനമാണ് നമ്മുടെ കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ഉടമസ്ഥർ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനാണ് ഇതിൻ്റെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. 2017 ജൂൺ 17 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി കൊച്ചി മെട്രോയുടെ ആദ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിലെ മെട്രോ മാൻ എന്നറിയപ്പെടുന്ന ആരാണ്? നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഇ ശ്രീധരനാണ്. ഈ ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്തതും അദ്ദേഹം തന്നെയാണ്. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ലോക്നാഥ് ബെഹ്റയാണ്. അത് മാത്രമല്ല, കൊച്ചി മെട്രോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച ഒരു മെട്രോ പദ്ധതികളിലൊന്നാണ് നമ്മുടെ കൊച്ചി മെട്രോ. റെയിൽ, റോഡ്, ജലഗതാഗത സൗകര്യങ്ങളെ ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ മെട്രോ സംവിധാനവും നമ്മുടെ നമ്മുടെ കൊച്ചി മെട്രോ തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ മനുഷ്യ ഇടപെടൽ ആവശ്യമുള്ള കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ CBTC, കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ സിഗ്നലിംഗ് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനവും നമ്മുടെ കൊച്ചി മെട്രോ തന്നെയാണ്. ഇനി അടുത്തതായിട്ട് കേരളത്തിൽ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്നുണ്ട്. എവിടെയാണത്? അത് നമ്മുടെ തിരുവനന്തപുരത്താണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. 2024 സിൽവർ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ വിമാനത്താവളം ഏത്? 2024 സിൽവർ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ വിമാനത്താവളം ഏത്? ഓപ്ഷൻ എ കൊച്ചി രാജ്യാന്തര വിമാനത്താവളം, ഓപ്ഷൻ ബി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം, ഓപ്ഷൻ സി കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളം ആൻഡ് ഓപ്ഷൻ ഡി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം. ആൻസർ ഏതാണ്ട? കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് ഈ കഴിഞ്ഞ 2024 സിൽവർ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ വിമാനത്താവളം. നമുക്കിനി എന്താണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ആരംഭിച്ച ആദ്യ വിമാനത്താവളമാണ് നമ്മുടെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്. ഏതാണ് എൻ്റെ പേര്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പേര് തന്നെയാണ്, നെടുമ്പാശ്ശേരി വിമാനത്താവളം അല്ലേ. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും തിരക്കേറിയതും വലുതുമായ വിമാനത്താവളമാണിത്. 2024 കണക്കനുസരിച്ച് കേരളത്തിലെ മൊത്തം വിമാനയാത്രക്കാരുടെ 63%-ലധികവും ഈ വിമാനത്താവളത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. 1999 മെയ് 25 രാഷ്ട്രപതി KR നാരായണനാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. അതുമാത്രമല്ല 2015 ലോകത്തിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളമായിട്ടും ആര് മാറി? നമ്മുടെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളം എന്ത് ചെയ്തു? മാറി. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ
പ്രത്യേകമായ ബഹുമതിയും കിട്ടി അല്ലേ. 2018 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും ഉയർന്ന പരിസ്ഥിതി ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചു. അടുത്ത ദിവസം നോക്കി, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഉഷ്ണതരംഗം മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല. നിസ്സാരമല്ല, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെയാണ്. അവരിലെ ഉഷ്ണതരംഗത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല. നമുക്ക് ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. ആര് തന്നെയാണ് അതിൽ? പാലക്കാട് തന്നെയാണ്. പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ, തിരുവനന്തപുരം. ഏതാണ്? പാലക്കാടാണ്. 2024 ഏപ്രിൽ 27 41.8 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് പാലക്കാട് അനുഭവപ്പെട്ടത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2024 ഉഷ്ണതരംഗം അഥവാ ഹീറ്റ് വേവ് പ്രഖ്യാപിച്ചത്. പൊതുവെ രാജസ്ഥാനും മധ്യപ്രദേശുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉഷ്ണതരംഗം ബാധിച്ച സംസ്ഥാനങ്ങൾ. സാധാരണയായിട്ട് സമതലങ്ങളിലെ താപനില കുറഞ്ഞത് 40 ഡിഗ്രി സെൽഷ്യസും തീരപ്രദേശങ്ങളിൽ 37 ഡിഗ്രി സെൽഷ്യസും മലയോര പ്രദേശങ്ങളിലാണെങ്കിൽ അത് 30 സെൽഷ്യസും എത്തുമ്പോഴാണ് ഉഷ്ണതരംഗം നമ്മൾ സ്ഥിരീകരിക്കുന്നത്. പരമാവധി താപനില സാധാരണ നിലയിൽ നിന്ന് ഒരു 6.4 ഡിഗ്രി സെൽഷ്യസ് മുകളിലാകുമ്പോഴാണ് അത് കടുത്ത ഉഷ്ണതരംഗമായിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത്. ഇനി അടുത്ത ദിവസം നോക്കിക്കേ, ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ വംശജ സുനിത വില്യംസിനൊപ്പം സ്പേസ് എക്സസിൻ്റെ ക്രൂ 9 മിഷനിൽ തിരിച്ചെത്തിയ 4 സംഘത്തിൽ ഉൾപ്പെടാത്തതാരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഓപ്ഷനിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ആ 4 സംഘം ആരാണ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. എന്നാൽ ഇവിടെ ഉണ്ട് ആ ഒരു 4 സംഘം ഇവിടെ ഉണ്ട്. ഒന്ന് നമ്മുടെ സുനിത വില്യംസ് ആണ്. അടുത്തത് ബുച്ച് വിൽമോർ ആണ്. മൂന്നാമത്തെ ആൾ നിക് ഹേഗ് ആണ്. അടുത്ത ആൾ അലക്സാണ്ടർ ഹോർബുനോവാണ്. ഈ 4 പേരാണ് ആ 4 അംഗ ദൗത്യത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പം നോക്കി, ഇവിടെ ഓപ്ഷൻ ഒലേഗ് കൊനോനെങ്കോ ഉണ്ട്, അതുപോലെ നിക് ഹേഗ് ഉണ്ട്, അലക്സാണ്ടർ ഗോർബുനോവ് ഉണ്ട്, ബുച്ച് വിൽമോർ ഉണ്ട്. ഇതിലെ ഈ പറയുന്ന 3 പേരും ബിയും സിയും ഡിയും ഈ സ്പേസ് എക്സിൻ്റെ ക്രൂ 9 മിഷനിൽ തിരിച്ചെത്തിയ 4 സംഘത്തിലുള്ളവരാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷനിൽ ഇതിൽ വരാത്തത് ആരാണ്? ഒലേഗ് കൊനോനെങ്കോയാണ് ഈ 4 സംഘത്തിൽ ഉൾപ്പെടാത്ത ആൾ. 2024 ജൂൺ 5 ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും, ആരൊക്കെയാണ്? സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിൽ എവിടെ പോകുന്നത്? നമ്മുടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത്. 2024 ജൂൺ 5 2 വ്യക്തികൾ ആരൊക്കെയാണ്? സുനിത വില്യംസും ബുച്ച് വിൽമോറും ഏത് പേടകത്തിലാണ്? ബോയിങ് സ്റ്റാർ ലൈനർ എന്ന് പറയുന്ന പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടു. അതുപോലെ 2024 ജൂൺ 6 പേടകത്തിൽ ഹീലിയം വാതക ചോർച്ചയും പ്രൊപ്പൾഷൻ സിസ്റ്റത്തിലെ തകരാറും കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചുള്ള യാത്ര മുടങ്ങി. 2025 മാർച്ച് 15 സുനിതയ്ക്കും വിൽമോറിനും പകരമുള്ള യാത്രികരെ വഹിച്ചുള്ള ക്രൂ 10 ദൗത്യ സംഘം നാസയും സ്പേസ് എക്സസും ചേർന്ന് വിജയകരമായിട്ട് വിക്ഷേപിച്ചു. 2025 മാർച്ച് 18 ഈ കഴിഞ്ഞ മാർച്ച് 18 സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ 4 സംഘത്തെ വഹിച്ചുകൊണ്ട് നമ്മുടെ ഡ്രാഗൺ ക്രൂ 9 പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറപ്പെട്ടു. 2025 മാർച്ച് 19 നമ്മുടെ മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡ തീരത്തോട് ചേർന്ന് പേടകം ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന യാത്രിക എന്ന റെക്കോർഡ് 9ാം സ്പേസ് വോക്കിൽ സുനിത വില്യംസ് വീണ്ടും സ്വന്തമാക്കി. 9 തവണയായിട്ട് 62 മണിക്കൂറും 6 മിനിറ്റുമാണ് അവർ ബഹിരാകാശത്ത് നടന്നത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച 2ാമത്തെ ബഹിരാകാശ യാത്രികയായിട്ടാണ് സുനിത വില്യംസ് മാറുന്നത്. അപ്പോൾ ആരോ 1ാമതായിട്ടൊരു ആളുണ്ടല്ലേ, അത് നമുക്ക് നോക്കാം.
3 തവണയായി ആകെ 608 ദിവസമാണ് ബഹിരാകാശത്ത് അവർ കഴിഞ്ഞത്. ശ്രദ്ധിക്കുക, 608 ദിവസം. എന്നാൽ 675 ദിവസം എന്താണ് ചിലവഴിച്ച ഒരാളുണ്ട്. അതാരാണ്? 675 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ പെഗ്ഗി വിറ്റ്സൺ മാത്രമാണ് സുനിതയ്ക്ക് മുന്നിലുള്ള ഒരു വ്യക്തിയായിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ സുനിത എത്ര ദിവസമാണ് അവിടെ ചിലവഴിച്ചതെന്ന് വെച്ചാൽ എത്രയാണ്? 608 ദിവസമാണ്. അതിനേക്കാൾ കൂടുതൽ 675 ദിവസം എന്താണ് ചിലവഴിച്ചൊരു വ്യക്തിയാണ് ആര്? പെഗ്ഗി വിറ്റ്സൺ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ. ഒറ്റ ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ ദിനം ബഹിരാകാശത്ത് കഴിഞ്ഞ റെക്കോർഡ് സ്വന്തമാക്കിയത് റഷ്യയുടെ വാലേരി പോളിയാക്കോവാണ്. ഒറ്റ ദൗത്യത്തിൽ തന്നെ എന്ത് ചെയ്തു? കൂടുതൽ ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ റെക്കോർഡ് നേടിയത് എന്താണ്? ഇവരാണ്. ആരാണ്? വാലേരി പോളിയാക്കോവാണ്. 437 ദിവസങ്ങളാണ് അവിടെ ചെലവഴിച്ചത്. ഇനി നമുക്ക് നമ്മുടെ അന്താരാഷ്ട്ര രാജ്യാന്തര ബഹിരാകാശ നിലയത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. 1998 അതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. 2000 നവംബർ 2 മുതൽ നമ്മൾ എന്ത് ചെയ്തു? അവിടെ യാത്രികരെത്താൻ തുടങ്ങി. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാണ് നിലയത്തിൻ്റെ സ്ഥാനം. മണിക്കൂറിൽ, ശ്രദ്ധിക്കുക, മണിക്കൂറിൽ എന്താണ് 28,000 കിലോമീറ്റർ വേഗത്തിലാണ് ഇതിൻ്റെ സഞ്ചാരവും. ഓരോ 90 മിനിറ്റിലും ഇത് ഭൂമിയെ വലം വയ്ക്കുന്നു. ഓരോ 90 മിനിറ്റ് കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു? ഈ അന്താരാഷ്ട്ര നിലയം ഭൂമിയെ എന്ത് ചെയ്യുന്നു? വലം വയ്ക്കുന്നു. 109 മീറ്ററാണ് നിലയത്തിൻ്റെ നീളം. 109 മീറ്ററാണ് നിലയത്തിൻ്റെ നീളം. 2031 രാജ്യാന്തര ബഹിരാകാശ നിലയം ഡീകമ്മീഷൻ ചെയ്യപ്പെടും. 2031 വരെ എന്ത് ചെയ്യുള്ളൂ? അതിന് ആയുസുള്ളൂ. ഇനി മനുഷ്യനെ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച ആദ്യ സ്വകാര്യ പേടകമാണ് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ മോഡ്യൂൾ. ഇതാണ് ഡ്രാഗൺ മോഡ്യൂളാണ് മനുഷ്യനെ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച ആദ്യ സ്വകാര്യ പേടകം. ഇനി അടുത്ത ദിവസം നോക്കിയേ. 2025 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. 2025 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം അത് 118. 2025 ആഗോള സന്തോഷ സൂചികയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 118. അതുപോലെ ലോക സന്തോഷ ദിനം ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർച്ച് 20. മാർച്ച് 20 എല്ലാ ജനങ്ങളിലും തുല്യമായ രീതിയിൽ സന്തോഷം എത്തിക്കുന്നതിന് വേണ്ടിയാണ് മാർച്ച് 20 സന്തോഷ ദിനമായിട്ട് ആചരിക്കുന്നത്. മെച്ചപ്പെട്ടതും ലളിതവുമായ നികുതി ഘടന, സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ ഗുണനിലവാരത്തോടെ സമയബന്ധിതമായി ലഭ്യമാക്കൽ, അഴിമതിരഹിതമായ പൊതുസേവനം, സമാധാനപരമായ സാമൂഹിക ഘടന തുടങ്ങിയവ ജനങ്ങൾക്ക് സന്തോഷം പകർന്നു നൽകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സൂചിക ഉണ്ടാക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ 2012 ലോക സന്തോഷ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. 2013 ആദ്യമായിട്ട് ഈ ദിനം ആചരിച്ചു തുടങ്ങി. അപ്പോൾ ആചരിച്ചു തുടങ്ങിയത് 2013 ഐക്യരാഷ്ട്ര സംഘടന എന്താണ് ഇതിങ്ങനെ ഒരു സംഭവം തീരുമാനിച്ചത് 2012 പങ്കിടൽ കരുതൽ എന്നതാണ് 2025 ലോക സന്തോഷ ദിനത്തിൻ്റെ പ്രമേയം. സന്തോഷ ദിനത്തിലാണ് ലോക സന്തോഷ സൂചികയുടെ പുതിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ 2025 ലോക സന്തോഷ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പങ്കിടലും കരുതലുമാണ്. തുടർച്ചയായിട്ട് 8ാം വർഷവും ഫിൻലൻഡാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിട്ട് വരുന്നത്. ഡെൻമാർക്ക്, ഐസ്ലൻഡ്, സ്വീഡൻ, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ വരുന്നത്. ഏറ്റവും പുറകിലായിട്ട് വരുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ആരാണത്? അത് അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ വീക്കിലി കറണ്ട് അഫെയർ ക്ലാസ് ഇഷ്ടമായെന്നുണ്ട് എങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.